സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില 1 ലക്ഷം രൂപ എന്ന നിർണായകമായിട്ടുള്ളൊരു മാന്ത്രിക സംഖ്യ കൂടി പിന്നിട്ടിരിക്കുകയാണ്. ഒരു പവൻ സ്വർണത്തിന് ഇന്ന് 1,16,600 രൂപയാണ് വില. നേരത്തെ തന്നെ ഒരു പവൻ സ്വർണം വാങ്ങാൻ 1 ലക്ഷത്തിലധികം രൂപ കൊടുക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് പണിക്കൂലി ഉൾപ്പെടെയാണ്. പക്ഷേ ഇതാ ഇപ്പോൾ പണിക്കൂലി ഇല്ലാണ്ട് തന്നെ 1,16,600 രൂപയായി സ്വർണത്തിന്റെ വില കൂടിയിരിക്കുകയാണ്. 1 ഗ്രാം സ്വർണം വാങ്ങണമെങ്കിൽ 12,700 രൂപ നൽകണം. ഈ വർഷം ജനുവരിയിൽ 57,000 രൂപ നിരക്കിൽ മാത്രമായിരുന്ന സ്വർണ്ണവിലയാണ് ഒറ്റ വർഷം കൊണ്ട് ഇരട്ടിയായിരിക്കുന്നത്. സ്വർണത്തിന്റെ വില കുതിച്ചുയരാനുള്ള കാരണങ്ങളും സ്വർണ്ണവിലയുടെ ചരിത്രവും നമുക്ക് വിശദമായി തന്നെ നോക്കാം. സ്വർണത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ മുന്നേറ്റമുണ്ടായിട്ടുള്ള ഒരു കാലം, ഒരു വർഷത്തിനിടയിൽ ഇത്രയും വലിയ വിലവർധന എന്നൊരു കാലം വേറെ ഉണ്ടായിട്ടേയില്ല. ആഭരണപ്രിയരായിട്ടുള്ളവരും സാധാരണക്കാരും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ പ്രതിസന്ധി നേരിടുന്ന കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പണിക്കൂലിയും GSTയും ഹോൾമാർക്ക് ഫീസും ചേരുമ്പോഴുള്ള വാങ്ങൽ ചെലവ് ഇനി താങ്ങാനാകുന്നതിലും അപ്പുറമാകുന്ന ഒരു നിലയാണ് സ്വർണ്ണവിലയിൽ വന്നു ചേർന്നിരിക്കുന്നത്. സ്വർണ്ണക്കുതിപ്പിന്റെ നാൾവഴികൾ തന്നെ അതിശയിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെയാണ് സ്വർണ്ണവില അതിന്റെ സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ തോതിലുള്ള മുന്നേറ്റമാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ പവന്റെ വില ഇരട്ടിയാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. 1925 വെറും 13 രൂപ 75 പൈസയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. അത് 1950 ആകുമ്പോൾ 72 രൂപ 75 പൈസയായി ഉയർന്നു. 25 വർഷവും കൂടെ കഴിയുമ്പോൾ 396 രൂപയായി ഒരു പവൻ സ്വർണത്തിന്റെ വില മാറി. 2000 3,212 രൂപ മാത്രമായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. 2015 ആകുമ്പോൾ അത് 19,760 വെറും 5 വർഷം കൊണ്ട് 32,000 രൂപയായി ഒരു പവൻ സ്വർണത്തിന്റെ വില മാറി. പക്ഷേ അന്നും ആ കാലഘട്ടങ്ങളിലൊക്കെ സ്വർണ്ണവില ഉയരുന്നതിന്റെ ആശങ്കകളുണ്ട്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ എത്ര ഭേദമെന്ന് നമുക്ക് തോന്നിപ്പോകുന്നതാണ്. 2020 നിന്ന് 2023 ആകുമ്പോഴേക്ക് തന്നെ 44,000 രൂപയായി. അപ്പോൾ 50,000 കടക്കുന്നതിന്റെ ആശങ്കകളാണ്. 50,000 കടക്കുമോ എന്ന ആശങ്കയാണ്. കൃത്യം ഒരു വർഷം കൊണ്ട് 2024 50,000 കടന്നു സ്വർണ്ണ വില. പവന് 50,200 രൂപ എന്ന നിലയിലേക്ക് 2024 2025 ഡിസംബർ ആകുമ്പോൾ അത് 1,01,600 രൂപ എന്ന ഇന്നത്തെ നിലയിൽ എത്തി നിൽക്കുകയാണ്. ഈ ഒരു വർഷം വലിയ വർധനവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത്. 2025 ജനുവരിയിൽ പവന് 57,200 രൂപയായിരുന്നു വില. ഈ വർഷം ഈ 12 മാസം കൊണ്ട് മാത്രം സ്വർണ്ണവിലയിൽ ഉണ്ടായിട്ടുള്ള വർധന എന്ന് പറയുന്നത് 44,400 രൂപയാണ്. അതായത് ഒരു വർഷം മുമ്പ് ഒരു പവൻ സ്വർണത്തിനുണ്ടായിരുന്ന വില അത്രയും തന്നെ കൂടിയിരിക്കുകയാണ്. അതായത് ഇരട്ടി വിലയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്വർണത്തിന് ഈ കുതിപ്പ്? കഴിഞ്ഞ ദിവസങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ എത്ര വേഗത്തിലാണ് സ്വർണ്ണവില ഉയർന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അത് പലതരത്തിലുള്ള ആശങ്കകളാണ്. ഓരോ യുദ്ധത്തിന്റെ ആശങ്കകൾ വരുമ്പോഴും സ്വർണ്ണവില കൂടും. ഈ ഒരൊറ്റ വർഷം ഇത്രയധികം വിലവർധനയിലേക്ക് കാര്യങ്ങൾ എത്തിയതും യുദ്ധ സാഹചര്യങ്ങൾ തന്നെയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അതിൽ പ്രധാനപ്പെട്ടതാണ്. ഈ നിലയിലേക്ക് സ്വർണ്ണവില കുതിച്ചുയരാൻ കാരണം റഷ്യ യുക്രൈൻ യുദ്ധമാണ്. ഇപ്പോൾ US വെനസ്വേല ഭിന്നത അതിരൂക്ഷമാകുന്നു. അവിടെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമോ, യുദ്ധം ഉണ്ടാകുമോ എന്ന സാഹചര്യമൊക്കെ നിലനിൽക്കുന്നു. ഈ റഷ്യ യുക്രൈൻ സമാധാന ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ നീക്കം പൊളിയും എന്ന ആശങ്ക ഉണ്ട്. അത് കനക്കുന്നത് സ്വർണത്തിന്റെ വില ഉയരാൻ ഒരു കാരണമായി മാറിയിട്ടുണ്ട്. ഭൗമരാഷ്ട്രീയ സംഘർഷ സാഹചര്യങ്ങളിൽ ഒരു സുരക്ഷിത നിക്ഷേപമായി സ്വർണം മാറും. സ്വർണം എപ്പോഴും സുരക്ഷിതമാണ് എന്നൊരു ബോധം ആളുകൾക്കുണ്ടാകും. അതാണ് സ്വർണത്തിന് വില കൂടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമാകുന്നത്. യുദ്ധമുണ്ടായാൽ ആഗോള സാമ്പത്തിക മേഖലയെ അത് ബാധിക്കും. അത് ലോകത്തിൻ്റെ ഏത് മേഖലയിൽ ഉണ്ടാകുന്ന സ്വർണമായാലും സാമ്പത്തിക മേഖലയെ അത് ബാധിക്കും. വ്യാപാര വാണിജ്യ ഇടപാടുകളും ഓഹരി കടപ്പത്ര കറൻസി വിപണികളും ഒക്കെ തകരും. ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ആളുകൾ അങ്ങനെയുള്ള ആശങ്കകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സ്വർണത്തിലേക്ക് അഭയം പ്രാപിക്കുന്നത്. അത് സ്വർണ്ണവില ഉയരാൻ വലിയ കാരണമാകും. വലിയ ഡിമാൻഡ് വരുമ്പോൾ അതിന് സ്വാഭാവികമായും ഉണ്ടാകുന്ന വിലവർധനയാണ് ഈ രീതിയിൽ വലിയ കുതിച്ചുചാട്ടത്തിന് ഇട നൽകുന്നത്. രാജ്യങ്ങൾ കറൻസികൾക്ക് പകരം കരുതൽ ശേഖരത്തിലേക്ക് സ്വർണം വാങ്ങിക്കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതും വില കുതിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇതിനു പുറമെ
US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഇനിയും അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതും സ്വർണ്ണവില ഉയരാൻ കാരണമാകും. അതായത് ഈ പലിശ കുറഞ്ഞാൽ കടപ്പത്രങ്ങളിലും മറ്റ് ബാങ്ക് നിക്ഷേപങ്ങളിലും അതിൽ ഒക്കെ നിക്ഷേപിച്ചിരിക്കുന്നവർക്ക് അതിൽ നിന്നുള്ള വരുമാനം കുറയും. അത് അനാകർഷകമായി മാറും. ആ ഘട്ടത്തിൽ അവർ സ്വർണത്തിലേക്ക് ട്വിസ്റ്റ് ചെയ്യും. അതും സ്വർണത്തിന് ഡിമാൻഡ് കൂട്ടും. അങ്ങനെ സ്വർണ്ണവില കൂടാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അപ്പോൾ US ഡോളറിനെ ദുർബലപ്പെടുത്തുന്നതിലൂടെയാണ് ഈ സ്വർണത്തിലേക്ക് ആളുകൾ എത്തുന്നത്. അത് സ്വർണത്തിന് വലിയ കരുത്തായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. അങ്ങനെ പല വിധത്തിലുള്ള കാരണങ്ങളാലാണ് സ്വർണത്തിൻ്റെ വില ഇങ്ങനെ റോക്കറ്റ് പോലെ കുതിച്ചു പോകുന്നത്. ഈ സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചു വരുമ്പോൾ ആശങ്കയിൽപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ആഭരണമായിട്ട് വിവാഹത്തിന് വേണ്ടിയൊക്കെ സ്വർണം വാങ്ങേണ്ടി വരുന്നവരാണ് ഏറ്റവും ആശങ്കയിൽപ്പെടുന്നത്. അതേസമയം സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഇതൊരു സന്തോഷത്തിൻ്റെ കാലമാണ്. സ്വർണത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ഗോൾഡ് ETF-ലും മറ്റുമൊക്കെ നിക്ഷേപം നടത്തിയവരെ സംബന്ധിച്ച് സ്വർണത്തിന് വില കൂടുന്നത് നിക്ഷേപം എന്ന നിലയിൽ ഇതൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്നവർക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. കോയിനുകളും ബാറുകളും ഒക്കെ ആയിട്ടായിരിക്കും അവർ സ്വർണം വാങ്ങി വെച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെ വില കൂടുമ്പോൾ അതിൻ്റെ നേട്ടം അവർക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വരും. അവരുടെ ആസ്തി കുതിച്ചുയരുന്ന ഒരു സാഹചര്യം വരും. അവരെ സംബന്ധിച്ച് സ്വർണ്ണവില കൂടുന്നത് വലിയ ആശ്വാസകരമാണ്, അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതേസമയം ഈ ലക്ഷത്തിലെത്തി നിൽക്കുമ്പോഴും നമുക്ക് കാണാം ജ്വല്ലറികളിലൊക്കെ ഇപ്പോഴും തിരക്കാണ്. എല്ലാ കാലത്തും കാണുന്ന തരത്തിലുള്ള തിരക്കുണ്ട്. എന്തുകൊണ്ടാണ് സ്വർണത്തിന് വില കൂടുമ്പോഴും ഇത്തരം തിരക്കെന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ, സ്വർണത്തിൻ്റെ ആവശ്യം ഒരിക്കലും കുറയുന്നില്ല എന്നതാണ്. അത് അളവ് ഒരുപക്ഷെ ഇപ്പോൾ വിവാഹ ആവശ്യങ്ങൾക്കായിട്ട് 50 പവൻ എടുക്കേണ്ടവർ ഒരുപക്ഷെ 25 പവനാക്കി അത് കുറയ്ക്കുമായിരിക്കും. പക്ഷേ എന്നാലും അവർക്ക് ആർക്കും ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജ്വല്ലറികളിൽ തിരക്ക് കുറയുന്നില്ല എന്നതാണ് സാഹചര്യം. മാത്രവുമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുരക്ഷിത നിക്ഷേപമായി മാറുമ്പോൾ ആ രീതിയിൽ നിക്ഷേപമായി സ്വർണം വാങ്ങാനെത്തുന്നവരുടെ എണ്ണവും കൂടും. അവരും ജ്വല്ലറികളിലേക്ക് എത്തും. അപ്പോൾ എപ്പോൾ നോക്കിയാലും ജ്വല്ലറികളിൽ തിരക്കുണ്ടാകും. നിക്ഷേപ ഉൽപ്പന്നങ്ങൾ ആക്കി ഇത് മാറ്റുമ്പോൾ ബാറുകളും നാണയങ്ങളും സേവിങ്സ് സ്കീമുകൾ നമുക്കറിയാം. പല ജ്വല്ലറികളുമായി ബന്ധപ്പെട്ടും അത്തരം സ്കീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവയിലൊക്കെ താല്പര്യം ജനങ്ങൾക്ക് കൂടും. അവർ അതിനു വേണ്ടിയൊക്കെ ജ്വല്ലറികളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരു അലങ്കാര വസ്തു എന്നതിനപ്പുറത്തേക്ക് സ്വർണത്തെ ഒരു നിക്ഷേപമാക്കി മാറ്റുകയാണ്. അപ്പോൾ ഈ പണിക്കൂലി കുറഞ്ഞ തരത്തിലുള്ള സ്വർണങ്ങൾ അല്ലെങ്കിൽ ആഭരണങ്ങളായാലും ആ രീതിയിലുള്ള സാധനങ്ങൾ മേടിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യും. ബാറുകളും കോയിനുകളും ഒക്കെയാക്കി സ്വർണത്തെ മാറ്റും. ഇതിനും ജ്വല്ലറികളെ ആശ്രയിക്കുന്നവരാണ് കൂടുതലായും ജ്വല്ലറികളിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. മിനിമലിസ്റ്റ് ലൈറ്റ് വെയ്റ്റ് ഡിസൈനുകൾ ആണ് ഇപ്പോൾ ജ്വല്ലറികൾ കൂടുതലായും അവതരിപ്പിക്കുന്നത്. അത്തരം സ്വർണം വാങ്ങാനാണ് കൂടുതൽ ആളുകൾ എത്തുന്നത്. അതായത് അനിയന്ത്രിതമായ ഈ വില വർധനയുണ്ടാകുമ്പോൾ ആഭരണങ്ങളുടെ ഡിസൈനുകളും മാറുകയാണ്, അതിൻ്റെ നിർമ്മാണ രീതികൾ മാറുകയാണ്. അപ്പോൾ കുറച്ച് സ്വർണം കൊണ്ട് തന്നെ വലിയ പൊലിമ തോന്നുന്ന തരത്തിലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കി ആളുകളെ ആകർഷിക്കാൻ ജ്വല്ലറികളും തയ്യാറെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ജ്വല്ലറികളിൽ ആള് കുറയുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾ നേരിട്ട് എത്തി നിക്ഷേപമായി തന്നെ ഇത് മാറ്റുന്നതിനും ജ്വല്ലറികളെ ഉപയോഗപ്പെടുത്തുന്നു. അതേസമയം ഇടത്തരം താഴ്ന്ന വരുമാനമുള്ള ഉപഭോക്താക്കളാണ് കൂടുതൽ ജാഗ്രത പാലിച്ചുകൊണ്ട് ഈ ചെറിയ രീതിയിലുള്ള സ്വർണം വാങ്ങലുകൾക്ക് നിൽക്കുന്നത്. എന്തായാലും സ്വർണത്തെ സംബന്ധിച്ച്, സ്വർണം നിക്ഷേപമായി കരുതുന്നവരെയൊക്കെ സംബന്ധിച്ച് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് സ്വർണത്തിൻ്റെ ഈ കുതിച്ചുചാട്ടം. അതേസമയം തന്നെ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങേണ്ടി വരുന്നവരെ സംബന്ധിച്ച് ഇതൊരു കെട്ടകാലവുമാണ്. അടുക്കാൻ പറ്റാത്ത വിലയാണ് പൊന്നിന്.